ഓം നമഃശിവായ. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫല നിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് 15 നാഴിക അഥവാ 6 മണിക്കൂർ വീതമുള്ള 4 പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ വളരെ വലിയ ബുദ്ധിശക്തിക്ക് ഉടമകളും അഗാധമായ ശാസ്ത്രജ്ഞാനം നേടുന്നവരും ദാനധർമ്മങ്ങൾ ചെയ്യാൻ സന്മനസ്സുള്ളവരും വലിപ്പമുള്ള ശരീരപ്രകൃതിയും ഗുരുക്കന്മാരോട് പ്രിയമുള്ളവരും ദേവന്മാരിൽ ഭക്തിയുള്ളവരും ആയിരിക്കും. രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല ഗ്രഹണശക്തിയുള്ളവരും നല്ല പ്രാസംഗികരും ഗൂഢമായ പ്രവൃത്തികൾ ചെയ്യുന്നവരും അഹങ്കാരമുള്ളവരും ലുബ്ധനായിരിക്കുന്നവരും നല്ല ഈശ്വരവിശ്വാസമുള്ളവരും ആയിരിക്കും. മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ശരീരവും വലിയ കണ്ണുകളും അഹങ്കാരിയും നിർബന്ധ ബുദ്ധിക്കാരനും ക്രൂരത കാണിക്കുന്നവനും കോപശീലമുള്ളവനും ആയിരിക്കുന്നതാണ്. നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല പ്രസന്നമായ വ്യക്തിത്വത്തിന് ഉടമയും ബന്ധുജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കുകയും സത്യനിഷ്ഠയുള്ളവനായിരിക്കുകയും ലൗകിക മര്യാദകളെക്കുറിച്ച് അറിയുന്നവനും ധർമ്മശീലനും ആയിരിക്കും. മേൽപ്പറഞ്ഞ പ്രകാരം 4 പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന ഉത്രാടം നക്ഷത്ര ജാതരുടെ പൊതു സ്വഭാവങ്ങളായി വരുന്നത് തടിച്ചു നീണ്ട ശരീരപ്രകൃതിയും വളരെ സ്നേഹിതന്മാരുള്ളവരും വിനയശീലമുള്ളവരും ശൂരന്മാരും സുഖിമാന്മാരും ജീവിത വിജയം നേടുന്നവരും മാന്യതയും ശാന്തതയും പാണ്ഡിത്യവും നല്ല ധനപുഷ്ടിയും സൗഖ്യവും ഉത്രാടം നക്ഷത്രക്കാരുടെ മേന്മകളാണ്. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.